തുടരുന്നു. കൊച്ചിയിൽ 3.5 വയസ്സുകാരി അംഗനവാടിയിൽ ലൈംഗിക അതിക്രമം നേരിട്ട സംഭവത്തിൽ മന്ത്രിയുടെ ഇടപെടൽ. സംസ്ഥാനത്തുടനീളം അംഗനവാടികൾക്ക് പുതിയൊരു മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അംഗനവാടികൾക്കുള്ളിലേക്ക് ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണമുണ്ടാകും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഇടത്ത് പുറത്തുനിന്ന് ആൾ, ഇപ്പം ജീവനക്കാരുടെ കുടുംബാംഗങ്ങളായാലും പുറത്തുനിന്ന് ആളുകൾ കയറിയത് അങ്ങേയറ്റം ആശങ്കാജനകമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ അംഗൻവാടികളും ഇത് സംബന്ധിച്ച് സാഹചര്യങ്ങൾ സംബന്ധിച്ചും പുറത്തുനിന്ന് ആളെ കയറ്റാതിരിക്കാനുള്ള റിപ്പോർട്ട് തേടി അത് കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ട് റിപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാലുടൻ മറ്റ് കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും. മാനദണ്ഡങ്ങളും മറ്റ് നടപടിക്രമങ്ങളും കൂടി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ ഉണ്ടാവും. അതെ, തീർച്ചയായും ഈ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള, അതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട്, അതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് സമഗ്രമായൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ ഒരു 3.5 വയസ്സുകാരിക്ക് നേരെ ഉണ്ടായ ദുരനുഭവം. അതും ഒരു അംഗനവാടിയിൽ വെച്ച്, അംഗനവാടിയിലെ ജീവനക്കാരുടെ മകൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ലൈംഗിക അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ അംഗനവാടികളിൽ ഉണ്ടാകും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? ഈ അങ്കണവാടി ജീവനക്കാർ അതിൽ അവിടേക്ക് കടന്നു വരാവുന്നവർ എന്ന രീതിയിലേക്ക് അതിനെ തരംതിരിക്കുക എന്നതാണ്. കാരണം രക്ഷിതാക്കൾ വന്ന് പോകുന്നവരുണ്ട്, പക്ഷെ അവിടെ തങ്ങുന്നവർ അല്ലെങ്കിൽ ഈ അങ്കണവാടി ജീവനക്കാർക്കപ്പുറം അവിടെ നിൽക്കാവുന്നവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു തീർപ്പ് അതിനകത്ത് തന്നെ ഉണ്ടാവണം. അനധികൃതമായി ആരും അവിടെ തങ്ങരുത്. ഈ കുട്ടികളെ പരിപാലിക്കാനായിട്ട് പ്രത്യേക ട്രെയിൻ ലഭിച്ച, പരിശീലനം ലഭിച്ച ആളുകൾ തന്നെയാണ് അവിടെ വേണ്ടത്. അല്ലാതെ മറ്റാരും തന്നെ ഇവരെ ഈ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആരും അവിടെ ഉണ്ടാകരുത്. അത് അനധികൃതമായിട്ട് തന്നെ കാണും. പല അങ്കണവാടികളിലും ആ രീതിയിൽ ഇവരെ പ്രാദേശികമായി ചിലരെ അവിടെ ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ സഹായത്തിന് വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ അത് ഇനി മുതൽ നടപ്പാകില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ അത് കാരണമാകുന്നു എന്നതാണ്. അപ്പോൾ ഇതിനൊരു പെരുമാറ്റച്ചട്ടം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അംഗനവാടിയിൽ വളരെ തീരെ ചെറിയ കുട്ടികളെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്ന അമ്മമാർ, മാതാപിതാക്കൾ ഇവരാക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ അവർക്കൊരു ധൈര്യം അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെങ്കിലും സംഭവിക്കുന്നത്, ഇതൊന്നും നോക്കാൻ ആരുമില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിലൊരു മാനദണ്ഡം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകുന്നത്. ഇവിടെ സംഭവിച്ചത് വലിയൊരു വീഴ്ചയാണ് കൊച്ചിയിൽ സംഭവിച്ചത്. അപ്പോൾ അത്തരം വീഴ്ചകൾ ഉണ്ടാകാൻ ഇനി പാടില്ല, അത് അനുവദിക്കുകയില്ല എന്നതാണ് മന്ത്രി പറയുന്നത്. ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു റിപ്പോർട്ട് ലഭിക്കണം എന്ന് പറയുന്നു. ഇതുവരെ ആ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഇടങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെല്ലാം രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം, മറ്റ് അപരിചിതരെ, കാരണം ഇവിടേക്ക് ഈ ലിസ്റ്റിൽപ്പെടാത്ത അവിടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടവർ അല്ലാത്തവരെല്ലാം ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. അവിടേക്ക് അവരുടെ പ്രവേശനമെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യും. അവിടെ കൂടുതൽ സമയം അവിടെ തങ്ങാനായിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെ കർശന നിയന്ത്രണങ്ങളും എല്ലാം തന്നെ വരും. പ്രത്യേകിച്ച് ഇവിടേക്ക് നിയോഗിക്കപ്പെടാത്ത, ചുമതലപ്പെടാത്ത ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ഒരു ഉറപ്പ് നൽകാൻ തന്നെയാണ് ഈ രീതിയിൽ ഒരു പരിഷ്കരണം എന്ന രീതിയിൽ ആലോചിക്കുന്നത്. വൈകാതെ അത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കൊച്ചിയിലുണ്ടായ സംഭവം അംഗനവാടി ജീവനക്കാരിയുടെ മകൻ്റെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ളൊരു സമീപനം ഒരു ചെറിയ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അത് വലിയ തീർച്ചയായും ഡാനി, എന്തായാലും ആ മകനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു. ജീവനക്കാരിക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഈ അമ്മയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടാവും അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു? അതായത് ഈ മകൻ ഈ രീതിയിൽ ലഹരിക്ക് അടിമയാണെന്നറിയാം, ഈ രീതിയിൽ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന അറിവുണ്ടായിട്ടും അത് മറച്ചു വെച്ചിരുന്നോ? ആ വിഷയത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? നിലവിൽ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഒരു ആദ്യഘട്ട
അന്വേഷണത്തിൻ്റെ പരിശോധനയിലെല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. മകന് ഈ ലഹരി ഉപയോഗിക്കുന്ന ശീലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി വരികയായിരുന്നു എന്നതെല്ലാമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇതെല്ലാം തന്നെ അവിടേക്ക് കുട്ടികളുടെ സമീപം എല്ലാം തന്നെ അതിനൊരു മാറ്റമാകുമെന്ന് അവർ കരുതുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ നേരെ വിപരീതമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. പക്ഷെ അവിടെ നടക്കുന്നത് എന്ത് എന്ന് അവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്കണവാടിയിലെ മറ്റു ജീവനക്കാരാകട്ടെ ഇതാ ജീവനക്കാരുടെ മകൻ എന്ന രീതിയിലുള്ളൊരു പരിഗണന അവർ നൽകുകയും ചെയ്തിരുന്നു. അത് വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. യാതൊരു രീതിയിലും അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ആളെന്നെല്ലാം തന്നെ പറയുമ്പോൾ ലഹരി ഉപയോഗം ശീലമാക്കിയ ഒരാളെല്ലാം അവിടെ പരിചയക്കാരനെ പോലെ അവിടെ എത്തുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം, അവരൊരു സുരക്ഷിതത്വം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ വീഴ്ചയിലേക്കെല്ലാം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അമ്മയ്ക്ക് ഇയാളുടെ ഈ പ്രതിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ വിവരങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതൊഴിച്ചാൽ, അതായത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇല്ല, അംഗനവാടിയിൽ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നെല്ലാമാണ് അവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അവർക്ക് വലിയ വിവരങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലില്ല എന്ന് പറയുന്നത്. ഏതായാലും അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ കടന്നിരിക്കുന്നു. ഇയാളിപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ് കേട്ടോ. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കൊച്ചിയിൽ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിന് തൊട്ട് പിന്നാലെ ചില മാനദണ്ഡങ്ങൾ ഈ അംഗനവാടി കേന്ദ്രീകരിച്ച് നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് പുറമേ നിന്ന് ആളുകൾ അംഗനവാടിയിൽ പ്രവേശിക്കുമ്പോൾ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും. കർശനമായ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.